ബ്രായുടെ പരസ്യമാണ്. കൂടെ അഭിനയിച്ചവരാണ്. അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു മാനക്കേട് എനിക്കെന്തിനാണ്? ആ കാലഘട്ടത്തില് ഞാൻ അഭിനയിച്ച പോലത്തെ പടത്തിൽ അഭിനയിക്കാത്ത സ്ത്രീകൾ ആരാണുള്ളത്? ഇതിന്റെ അകത്ത് സകല ഇന്നത്തെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന സകലരുടെ എല്ലാം ഉണ്ട്. 87-ലുള്ള സിനിമയും 97-ലുള്ള സിനിമയും രണ്ടും രണ്ടാണ്. ഒരു മമ്മൂക്കന്റെ പടം വന്നു, അതിനെ കൂവി തീർക്കാൻ ഒരു ഗ്യാങ് ഉണ്ടാവും. എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല കാര്യത്തിലൂടെ പലതും പ്രതികരിച്ച സമയത്ത് എന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റായിട്ടുണ്ട്, ലൈറ്റിങ്ങിലാണ്. മാനത്തെ കൊട്ടാര ലൊക്കേഷനിൽ തന്നെയാണ് എന്നോടൊപ്പം ഉള്ളത്. എനിക്ക് ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണിത്. കാര്യം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന സീരിയൽ സിനിമയിലുള്ള ഒരു സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഈ ഒരു അമ്മയുടെ പേര് അല്ലെങ്കിൽ ഈ ഒരു ചേച്ചിയുടെ പേര് നമ്മുടെ വായിൽ വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അധികം നീട്ടുന്നില്ല. ഉഷേച്ചിയാണ്. ചേച്ചി നമസ്കാരം. ഈ പ്രതികാരം കൂടിയോണ്ടായിരിക്കും ചേച്ചി ഒതുക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് പല സമയങ്ങളിലും. ആണോ? സത്യം വിളിച്ചു പറയുന്നവരെപ്പോഴും പുറത്താണല്ലോ, കളത്തിന് പുറത്തെന്ന് പറയും. അതെ, മിണ്ടാതിരുന്നിട്ട് നമ്മളെ എല്ലാം തലയാട്ടിയിരുന്നാൽ അപ്രിയ സത്യങ്ങൾ എപ്പോൾ വിളിച്ചു പറഞ്ഞോ അവരെല്ലാം ബൗണ്ടറിക്ക് പുറത്താണ്. ഈ സത്യങ്ങൾ പറയുന്നത് എന്താണ്? ആർക്കാണ് പ്രശ്നം കൂടുതലിരുന്നത്? സത്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്. ഒരു സിസ്റ്റം നേരെ പോകുമ്പോൾ ആ സിസ്റ്റത്തെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, ആ തകർക്കാൻ നോക്കുന്നവരുണ്ടല്ലോ, നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോൾ അവരുടെ കണ്ണിലെ കരടായി മാറും. അപ്പൊ ആദ്യം അവർ ചെയ്യുന്നത് സത്യത്തെ വളച്ചൊടിക്കുന്നതിന് മുൻപേ ആരാണോ പ്രതികരിക്കുന്നത് അവരുടെ തലവെട്ടുക എന്നുള്ളതാണ്. നിശബ്ദമാക്കുക, അവരെ പരിഹസിക്കുക, അവരെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇതല്ലേ അവൾ. ഞാൻ അഗ്നിനിലാവ് എന്ന് പറഞ്ഞൊരു സിനിമ എൻ ശങ്കരൻ നായർ സാർ, അതായത് മദനോത്സവം ഡയറക്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പടത്തിലെ 3 നായികമാരിൽ ഒരാളാണ് ഞാൻ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് സീനിൽ തന്നെ ഒരു സ്ത്രീ ഓടുകയാണ്, അതായത് ഞാൻ. അവളെ പിന്നാലെ 3 മുഖം മൂടികൾ ഓടുകയാണ്. അത് വൈറലായ ഒരു വീഡിയോ ആയിരിക്കും തോന്നുന്നു. അതിൻ്റെ അകത്ത് ഒരു സിനിമയ്ക്കകത്തെ, അതായത് ഇന്നസെന്റ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലുള്ള ഒരു സീനാണ് ആ വരുന്നത്. ഞങ്ങള് അതിൻ്റെ അകത്ത് സിനിമ അതില് എന്നെ ഓടിച്ചിടുന്നു. അപ്പൊ ഞാൻ അയ്യോ എന്നെ റേപ്പ് ചെയ്യില്ലേ അത് ഇത് എന്നൊക്കെ പറയുന്നു. അപ്പം മാമുക്കോയ, ജഗതിച്ചേട്ടൻ, ജഗദീഷ് ആനന്ദ്, 3 പേര് അവർ പറയാണ് അയ്യോ നമ്മള് റേപ്പ് ചെയ്യാൻ വന്നതല്ല, നിങ്ങൾ ഇട്ട ബ്രേസർ മനസ്സിലായോ? ഇതാണ് അവളെന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ച ജനങ്ങളാണ്. ഒരു 10 ലക്ഷം പേര് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതാണ് പരസ്യം, ബ്രായുടെ പരസ്യം. പക്ഷെ അത് പരസ്യം എടുത്തതാരാണ്? കൂടെ അഭിനയിച്ചവരാരാണ്? അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു മാനക്കേട് എനിക്കെന്തിനാണ്? അവരെല്ലാം പൈസ മേടിച്ചിട്ട് പോയവരല്ലേ. അത് സിനിമയ്ക്കകത്തെ സിനിമയാണെന്ന് ഓർക്കണം. സിനിമയ്ക്കകത്ത് എൻ ശങ്കരൻ നായർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഇന്നച്ചൻ ഡയറക്റ്റ് ചെയ്യുന്ന ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ ഒരു സെപ്പറേറ്റ് കോമഡി സിനിമയാണത്. ആൻഡ് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ആനിമേഷൻ സിനിമ, ഏറ്റവും നല്ലൊരു സിനിമ. അഗ്നിനിലാവ്, സായികുമാർ, രഞ്ജിനി, റിസബാവ, ഞാന്, കുയിലി, ഡിസ്കു ശാന്തി, പ്രഗത്ഭരായ സകലരും അഭിനയിച്ച പടം. അതിൽ എൻ്റെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അയ്യോ അവളാണ് ഇവൾ എന്ന് പറയുന്നത്. എന്താ അത്രയ്ക്ക് അതപ്പതിച്ചു പോയൊരു സ്ത്രീയോ ഞാൻ? ആ കാലഘട്ടത്തില് ഞാൻ അഭിനയിച്ച പോലത്തെ പടത്തിൽ അഭിനയിക്കാത്ത സ്ത്രീകൾ ആരാണുള്ളത്? ഒരാളെ സകലരും. ഇന്ന് ഇവിടെ തിളങ്ങി നിൽക്കുന്ന സകല നടികളും ഞാൻ അഭിനയിച്ചേക്കാൾ കൂടുതൽ അഭിനയിച്ചവരാ. അവർക്കൊന്നും ഇല്ലാത്ത 2 കൊമ്പ് എനിക്ക് മാത്രം. എന്താ അവിടെയാണ് ചിന്തിക്കേണ്ടത്? ഒതുക്കപ്പെടൽ. ചേച്ചി, ആ ഒതുക്കപ്പെടലിൽ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞു, മെൻഷൻ ചെയ്തു, ഇന്ന് അവളാണ് ഇവളെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പഴയകാല സിനിമകൾ എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സെക്സി ആയിട്ട് അഭിനയിക്കേണ്ട സീൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ആക്ട്രസ് അല്ലെങ്കിൽ അന്ന് അഭിനയമാണ്. ഇന്നത്തെ സ്ത്രീകൾ എന്താ കാണിക്കുന്നത്? ഇവിടെ ബിരിയാണി സിനിമ ആഘോഷിച്ചവരല്ലേ? ആണോ അല്ലയോ? അവർ ഇന്ന് പോയിട്ട് റെഡ് കാർപ്പറ്റിൽ പിന്നെ അവാർഡുകൾ വാങ്ങിച്ചിട്ട് വരുമ്പോ ഇട്ട ഡ്രസ്സിനേക്കാൾ കൂടുതൽ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആണോ? ഇന്നത്തെ സിനിമയിലെ സ്ത്രീകൾ, സിനിമയെന്നല്ല പബ്ലിക്കിലുള്ള പെൺകുട്ടികൾ, പണ്ട് നങ്ങേലി മുല ഛേദിച്ചത് എന്തിനാണ്? മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നവർ ഇന്ന് എവിടെയാണ് അവരുടെ ബ്ലൗസ്? അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത്? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്? അപ്പൊ എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്?
അന്ന് നമ്മളുടെ സിനിമ അങ്ങനെയായിരുന്നു. അത് ഏത് കാലഘട്ടമായിരുന്നു ചേച്ചി? എത്ര വർഷം? 87-ലാണ് ഞാൻ സിനിമ തുടങ്ങുന്നത്. 87-ല്. ഈ 87-ന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലത് കട്ട് ഷോട്ടായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇപ്പോഴും ചേച്ചിയുടെ ഈ പറഞ്ഞ കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പടവും വലിച്ചോണ്ട് വരും, ഇതാണ് അവൾ. ഇനിയിപ്പോ ഇവരത് പറഞ്ഞത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിയെ പോലെ അഭിനയിച്ച എത്രയോ പേരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തത് എന്താണ് എനിക്കുള്ളത്? ഒരു 100 എൻ്റെ ഈ ഇതിൻ്റെ അകത്ത് സകല ഇന്നത്തെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന സകലരുടേത് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടറിയാം? ഞാൻ മരിക്കുന്നത് അത് മുഴുവനും ഞാൻ റിലീസ് ചെയ്യും. വീഡിയോസ് ആണോ? എല്ലാം ഉണ്ട്. കാരണം ഇവര് തന്നെയാണ് എന്നെ വിരൽ ചൂണ്ടുന്നവര്. അല്ലേ ചേച്ചി, എങ്ങനെയുള്ള വീഡിയോസ് ആണോ ഉള്ളത്? ഏടോ, അവരെല്ലാം ഈ കൂട്ടത്തിൽ അഭിനയിച്ചു വന്നവരാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇവിടുത്തെ സകല ആൾക്കാരും അതുപോലെ അഭിനയിച്ചു വന്ന ആൾക്കാരാണ് ഇന്നത്തെ സ്റ്റാർസ്. ഇപ്പൊ വന്നിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ, അവരെല്ലാം സാധാരണ സിനിമ. ആ സിനിമ അപ്പൊ 87-ലുള്ള സിനിമയും 97-ലുള്ള സിനിമയും രണ്ടും രണ്ടാണ്. അപ്പൊ 87-ൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന എൻ്റെ കൂടെ അഭിനയിച്ച സത്താറ്, പിന്നെ സുധീർ, ഷാനവാസ്, പ്രതാപേന്ദ്രൻ, പഴയകാലത്തെ അയ്യപ്പനായിട്ട് അഭിനയിച്ച ആ കൊച്ചിൻ, അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകളും, വിൻസെന്റ് മാഷ് പോലും അഭിനയിച്ചിട്ടുണ്ട് കൂടെ. അവർക്കൊന്നും ഇല്ലാത്തത് എന്താണ്? എനിക്ക് മാത്രം. കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് ഇതിനൊന്നും ബാധകമല്ലേ? എല്ലാവർക്കും ബാധകമല്ലേ? അത് സിനിമയിലെ ഭാഗമല്ലേ? അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത ഒരു നെഗറ്റീവ് ടി ഉഷ എന്ന് പറയുന്ന സ്ത്രീക്ക് മാത്രം എന്താണ്? അല്ല, ഇതിനകത്ത് ചേച്ചി ഞാൻ കണ്ടതല്ല, പക്ഷേ നമ്മൾ ഈ ചില ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റാറ്റസ് ഇട്ടവർക്ക് ചേച്ചിയുടെ ഫോട്ടോയും സ്റ്റാറ്റസ് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഒരുത്തൻ എന്നോട് കമൻറ്റ് ഇട്ടത്, 3-4 പേര് കമൻറ്റ് ഇട്ടു, എടാ ഇത് പണ്ടത്തെ ബോൾഡ് അഭിനയിക്കുന്ന ആ ചേച്ചിയല്ലേ, എനിക്കൊരു ഡൗട്ട്. ഞാൻ ചേച്ചിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ ആണ് ഇട്ടത്. ഞാൻ പറഞ്ഞു, ഏത് ബോൾഡാണ് ഉദ്ദേശിച്ചത്? അതായത് ഇവർ പറയുന്ന ഹാഫ് നേക്കിളാണ് അവർ പറയുന്നത്, ഫുൾ നേക്കിളല്ല ചേച്ചി പറയുന്നത്, ഹാഫ് നേക്കിളാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അത് അഭിനയമാണ്, അതിനകത്ത് എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചത്. അതല്ലടാ, ചോദിച്ചതാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഈ ചേച്ചിയുടെ ഫോട്ടോ വരുമ്പോഴും വീഡിയോ വരുമ്പോഴും അടിയിൽ കമൻസ് വരാറുണ്ട്. അത് എപ്പോഴെങ്കിലും ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്തിനാ വേദനിക്കുന്നത്? ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ച, എൻ്റെ കയ്യിലൂടെ അന്തിച്ചോപ്പിൽ അഭിനയിച്ചിരിക്കുന്ന അന്തിച്ചോപ്പ് പടം ആരാ ചെയ്തതെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ ഉണരൂ, അതേപോലെ പ്രഗത്ഭരായിട്ടുള്ള സകല സിനിമാക്കാരും അഭിനയിച്ചതിൽ കൂടുതലൊന്നും ഞാനും അഭിനയിച്ചിട്ടില്ല. ഞാൻ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? ഞാൻ ഇന്ന് സമൂഹത്തിൽ ഞാൻ പബ്ലിക്കിൽ നടന്ന് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിച്ചിട്ട് പച്ചക്കറി വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ പോകുന്ന ഒരു സ്ത്രീയാണ്. എന്നെ ആരും വിരലി ചൂണ്ടിയിട്ട് നിങ്ങൾ ആ പടത്തിൽ അഭിനയിച്ചില്ല ഇപ്പൊ ഇന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. മനസ്സിലാകണ്ടോ? ഏത് സിനിമാ നടികൾ പോകും? കുറവാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? തോണ്ടലും പിച്ചലും കിട്ടും. പക്ഷെ ഞാൻ പോകുന്നിടത്ത് എന്നെ ആരും തോണ്ടാൻ വരാറില്ല, എന്നെ ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പബ്ലിക്കിൽ കരുതി കൂട്ടി നമ്മുടെ മീഡിയാസിലിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അത് ടാർഗറ്റ് ചെയ്ത് ഇരിക്കുന്നവരാണ്. അതായത് ഒരു പിന്നെ ഞാൻ വെറുതെ പറയാം, ഒരു മമ്മൂക്കൻ്റെ പടം വന്നു, അതിനെ കൂവി തീർക്കാൻ ഒരു ഗ്യാങ് ഉണ്ടാവും. മോഹൻലാലിന്റെ പടം വന്നു, ലാലേട്ടന്റെ പടം റിലീസായാൽ കൂവി തീർക്കാൻ വേറെ ആളുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ദിലീപിന്റെ പടം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ടാർഗറ്റ് ഉണ്ട്, ഇത്ര കൂകണം, ഇത്ര തെറി പറയണം, ഇത്ര ഇൻസൾട്ട് ചെയ്യണം. ആ ടാർഗറ്റിന് ഇരിക്കുന്നവരെ അത് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ചേച്ചി ഏത് രീതിയിലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ? എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല കാര്യത്തിലൂടെ പലതും പ്രതികരിച്ച സമയത്ത് എന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. സിനിമയിൽ നിന്നും അവളെ വാനിഷ് ചെയ്യണം എന്നായിരുന്നു അവരുടെ അജണ്ട. കുറേ സിനിമകൾ എന്നെ മാറ്റി, എൻ്റെ മകനെ മാറ്റി. പക്ഷെ ഞങ്ങളൊക്കെ കൂലിപ്പണിയെടുത്ത് തിന്നാൻ കൈക്ക് ചാങ്കുറപ്പുള്ള ആൾക്കാർ. കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ഇപ്പോഴാണ് ചേച്ചി ബോൾഡായിട്ട് ഫേസ്ബുക്കിൽ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത്. 2012 മുതൽ ഞാൻ ഫേസ്ബുക്കിൽ. അതല്ല, അതിന് മുന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നത്. ആ സമയത്തും സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നതിനൊന്നുമില്ല, പക്ഷെ അതിനു മുന്നേ ചേച്ചിയെ പിന്തള്ളപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അല്ല, നിങ്ങൾക്ക് തെറ്റി. 98 ഞാൻ പഞ്ചാബി ഹൗസ്, ആലിബാബയും ആറക്കള്ളന്മാരും, ഈ 2 സിനിമയും കഴിഞ്ഞ ഉടനെ ഞാൻ 10 വർഷം സിനിമയിൽ അഭിനയിച്ചില്ല. 10 വർഷം ഇല്ലായിരുന്നു, ഗ്യാപ്പായിരുന്നു അതോ? അതെ, കാരണം എൻ്റെ ഭർത്താവ് മരിക്കുന്നത് എനിക്ക് 17.5 വയസ്സുള്ളപ്പോഴാണ്. അദ്ദേഹം ആക്സിഡന്റിൽ മരിക്കുകയാണ്. എൻ്റെ 2 മക്കൾ, ആ മക്കളെ വളർത്താൻ എൻ്റെ ചേച്ചി 2 കാലും പോളിയോ വന്നതാണ്. അവളെ പോറ്റാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുപോയി അഭിനയിപ്പിച്ചതാണ്. എനിക്ക് ഈ സിനിമയിൽ വന്ന് അഭിനയിക്കണം എന്നൊന്നും നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു നായികയെ
കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ ശ്രമിച്ചു. ആ പാർലറിൽ ഞാൻ ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചു കൊണ്ടുപോയി നായികയായിട്ട് അഭിനയിപ്പിക്കുന്നു. ഓക്കെ, അഭിനയിച്ചു കഴിഞ്ഞു. സിനിമകൾ കിട്ടി, സിനിമകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഞാനൊരു വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഇന്ന് വരെ ഈ മുറവിളി കൂട്ടുന്ന ജനങ്ങളുണ്ടല്ലോ, ഈ മുദ്രാവാക്യം വിളിക്കുന്ന ടി ടി ഉഷ എത്ര പ്രാവശ്യം സ്റ്റേജ് പ്രോഗ്രാമിന് ദുബായിൽ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു നോക്കൂ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ലല്ലേ? 300 പടം ചെയ്തൊരു സ്ത്രീയാ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. വിളി വന്നിട്ടുണ്ടോ? 1000 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പോവില്ല. എന്തുകൊണ്ടറിയോ? ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളെ രക്തത്തിൽ ഓടുന്ന ഒരു ചങ്കുറപ്പുണ്ട്. കൂലിപ്പണിയെടുത്താലും പോവില്ല എന്നുള്ളത്. അതെന്താണ്? അതൊരു കലയല്ലേ? അതും ഒരു കഥയുമല്ല. അതൊക്കെ മനസ്സിലാകേണ്ട ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പോവില്ല, അത്ര തന്നെ ഉള്ളൂ. അതിനെ നമ്മൾ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ ലോകത്തിൽ ആർക്കും അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഞാൻ ആരടുത്തും പോയിട്ട് എനിക്ക് വേഷം വേണമെന്നോ ഇല്ലെങ്കിൽ എനിക്ക് സിനിമ തരുമോ, അയ്യോ ഞാൻ എൻ്റെ വീട്ടിൽ പട്ടിണി, ഞാൻ ആരോടും ചോദിക്കാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ വലിയ പൈസക്കാരത്തിയായിട്ടല്ല, കൂലിപ്പണിയെടുത്ത് തിന്നാനുള്ള ചങ്കുറപ്പുള്ളത് കൊണ്ടാണ്. ചേച്ചി പറഞ്ഞ എത്തിക്സ് അതാണോ? അതെ. ഇപ്പം ഇത്രയും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങൾക്ക് ചേച്ചി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു സംഭവമുണ്ട്. ചെകുത്താൻ എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബർ, അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞു, അറസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ ഒത്തിരി നമ്മുടെ ഇന്ത്യൻ ആർമി വരെ കളിയാക്കി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇത്രയും സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ ചേച്ചിയുടെ ഒരു പ്രതികരണം അതിൽ കണ്ടില്ല, പ്രതീക്ഷിച്ചു. പട്ടാളക്കാരനായ ഒരു ആർമി ഉദ്യോഗസ്ഥനെ ഫാഷൻ പരേഡ് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോൾ ഒരു രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരനെ ബഹുമാനിക്കുകയും അവരുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതുള്ള നല്ല ഒരു ഉറപ്പുള്ളത് കൊണ്ട് അതെനിക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ആരും ആയിക്കോട്ടെ, അമ്മയുടെ പ്രസിഡന്റ്, നടൻ, മറ്റൊന്നുമല്ല, പക്ഷെ ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തെ അപമാനിക്കുന്നതിന് സമമാണ്. അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റും. അതിൽ 2 വാക്കില്ല. പ്രതികരിക്കാതിരുന്നത് എത്രയോ വലിയ വലിയ കാലഘട്ടത്തിലേക്കൂടെ ഞാനും എൻ്റെ മകനും കടന്നു പോയപ്പോൾ നമുക്ക് വേണ്ടി ആരും ശബ്ദിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ആരും എന്തുകൊണ്ട് ആ സ്ത്രീ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ആരും ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വയസ്സായല്ലോ, പ്രതികരണശേഷി കുറഞ്ഞിട്ടല്ല, മൗനം വിദ്വാനുഭൂഷണമാണെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അങ്ങനെയല്ല. മമ്മൂക്കെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ പറയും അത് പാടില്ല, ലാലേട്ടനെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ പറയും പാടില്ല. കാരണം ഇവരൊന്നും നാഷണൽ അവാർഡ് വരെ വാങ്ങുന്നതിൻ്റെ മുൻപേ ഞങ്ങൾ ഒന്നിച്ചത്ര അഭിനയിച്ചിട്ടും കണ്ടിട്ടുമുള്ള ആൾക്കാരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഒരാളെ പരസ്യമായി ആക്ഷേപിക്കുമ്പോൾ നമുക്കതൊരു വേദന തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മരവിപ്പാണ്. പക്ഷേ വളരെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, വളരെ ശക്തമായി ഞാൻ കോൾ ചെയ്തിരുന്നു. അവൻ ആരായാലും ശരി, ആ യൂണിഫോമിനെ അപമാനിച്ചവനെ പണിഷ് ചെയ്തേ പറ്റും. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടില്ല എന്നുള്ളൂ. പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. പണിഷ്മെന്റ് കിട്ടി, അറസ്റ്റ് ചെയ്തു, അതറിഞ്ഞു ഞാൻ. അതെ, മൊഴിയെടുത്തു, റൂമിൽ കൊണ്ടുപോയി മൊഴിയെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ആ പറയുന്ന വ്യക്തി എല്ലാരെ കുറിച്ചും മോശമായിട്ടാണ്, നല്ലതൊന്നും പറയാറില്ല ആരെ കുറിച്ചും. പക്ഷെ ലാലേട്ടൻ ആ ഒരു പോകുന്ന സ്ഥലം എന്താണെന്ന് ആലോചിക്കുക, ഇട്ടിരിക്കുന്ന യൂണിഫോം എന്താണെന്ന് റെസ്പെക്ട്. അതെ, ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിട്ടാണ് ഞാനും ചേച്ചിയൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. തീർച്ചയായും ഞാനത് IFFKയിൽ പോലും ഞാൻ പട്ടാളക്കാരെ പറ്റി അധിക്ഷേപിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ചത് അവർക്ക് ശമ്പളം കിട്ടുന്നതെന്നുള്ളതെന്നല്ല. ശമ്പളം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, നമ്മളെ ഗവൺമെന്റ് ഓഫീസിലുള്ളവർക്ക് ശമ്പളം കിട്ടുന്നില്ല. പക്ഷെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഒരു ഫയലും മുന്നോട്ട് നീങ്ങാത്തത്. ആ ഉറക്കം പട്ടാളക്കാർ ഉറങ്ങിയിരുന്നെങ്കിൽ രാജീവ് കാണത്തില്ല. അത്രേ ഉള്ളൂ. അവരുടെ ആ ഉറക്കമില്ലായ്മ, അവരുടെ ആ ഒരു ജാഗ്രത, അവരുടെ ഒരൊറ്റ സ്ട്രെങ്ത്, അത് തന്നെയാണ് നമ്മൾ ഇന്ന് സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നതിന് കാരണം. കറക്റ്റാണ് ചേച്ചി. അല്ലെങ്കിൽ നമ്മൾ ആരും പോയിട്ടുണ്ടാവും. ഈ പറഞ്ഞ അവൻ പോലും ചിന്തിച്ചില്ല, അവൻ മണ്ടനായിട്ടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. മണ്ടത്തരമല്ല, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് അറിവില്ലായ്മ, വിദ്യാഭ്യാസം കൊണ്ട് എല്ലാവർക്കും അറിവുണ്ടാകണമെന്നില്ല, വിവരമുണ്ടാകണമെന്നില്ല. അറിവ് എന്നൊരു സാധനമുണ്ട്, അത് നമ്മുടെ രക്തത്തിലിരിക്കേണ്ട സാധനമാണ്. ആ അറിവില്ലായ്മയാണ് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അറിവില്ലായ്മ ഇനിയും അവനുണ്ടാവാതിരിക്കട്ടെ. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് വേറെ ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ ചേച്ചി വേറൊരു സംഭവം ഇങ്ങനെ പറഞ്ഞു കേട്ടുകൊണ്ടൊരു ചേച്ചിക്കൊരു കുറച്ച് പൈസ നഷ്ടപ്പെട്ടതായിട്ട്. കുറച്ചല്ല, ഭീമമായ തുക. അതെ, ഞാനത് കുറച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എത്ര ലക്ഷം ഉണ്ട് ചേച്ചി? ഒരു ശരിക്കും പറഞ്ഞാൽ 30 ലക്ഷം. അതിൻ്റെ പേ ഔട്ട് അടക്കം വമ്പൻ തുക തരണം.
എന്തായിരുന്നു സംഭവം അത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2017 മുതൽ ഈ ബിജു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞുമായിട്ട് ഒരു പബ്ലിക്കിൽ വെച്ചിട്ട് അവനൊരു നടനാന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ച് പിന്നാലെ അവനറിയാം എറണാകുളത്തെ വീട് വിറ്റ പൈസ 80 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ എന്നെ എന്തായാലും ആടിക്കറക്കാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞ് പിഴിഞ്ഞ്, എൻ്റെ ഭാര്യ കരമന സ്കൂളിലെ ടീച്ചറാണ്, അവളുടെ ചെലവിലാണ് ഞാൻ ജീവിക്കുന്നത്, മരിച്ചാൽ മതി അങ്ങനെ ഒരു ജീവിതം, ആൺമക്കളാണ്, അവരെ മുമ്പ് നിന്ന് അവളെ ചീത്ത വിളിയും ഇൻസൾട്ടിങ്ങും, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞ് PRS കോർട്ട് അംബുജ വിലാസം റോഡിൽ ഒരു ഓഫീസ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇവിടെ എനിക്ക് ട്രേഡിങ് തുടങ്ങി, ഞാൻ ട്രേഡർ ആയിരുന്നു നേരത്തെ, ട്രേഡിങ്ങിന് എന്നെ സഹായിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. ഇങ്ങനെ തൊഴുത് കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് എല്ലാ വീഡിയോയും എല്ലാം ഉണ്ട്. അവൻ എല്ലാവരോടും പറയുന്നത് അതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡബ്മാഷ് ചെയ്തതാന്നൊക്കെ. അതൊന്നും എനിക്കറിയില്ല. അപ്പം അത് വെച്ച് ഞാൻ ആദ്യം കുറച്ച് പൈസ കൊടുക്കുന്നു. അതിനുശേഷം വിശ്വസ്തനായിട്ട് അതിൻ്റെ ട്രേഡിങ് എൻ്റെ മുമ്പിലിരുന്ന് ട്രേഡ് കട്ട് ചെയ്ത് അവൻ പേ ഔട്ട് എടുത്ത് തരുമായിരുന്നു. അങ്ങനെ എൻ്റെ മകനോട് പറയാണ്. അപ്പം മകനെ സിനിമ ഒതുക്കിയ കാലമാണല്ലോ. എടാ, എപ്പോഴും പൈസയൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നത് തെറ്റല്ലേ? എപ്പോഴും അമ്മ കൊണ്ടുവന്ന് തിന്നുന്നത് എങ്ങനെയാണ്? ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിനും കൊടുക്കട്ടെ, നീ കുറച്ച് പൈസ ഇവിടെ ഇടുന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പേഴ്സണൽ ലോൺ എടുപ്പിക്കുകയാണ് ബാങ്കിൽ നിന്ന്. 8.25 ലക്ഷം രൂപ അതും അവനെ കൊണ്ടിടിക്കുന്നു. എൻ്റെ മോള് സുഖമില്ലാതെ വരികയാണ് ഇംഗ്ലണ്ടിൽ നിന്ന്. അവളോട് പറയണം, മോളെ 2-3 കൊല്ലം നിനക്കിനി ജോലി എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അമ്മയാണെങ്കിൽ എപ്പോഴും ലണ്ടനിലോട്ട് വന്നുകൊണ്ടിരുന്നതല്ലേ, ഇനിയിപ്പോൾ നീ പോയാലും അപ്പം വരണമല്ലോ, നീ കുറച്ച് പൈസ ഇവിടെ ഇടണം, ഞാൻ പേ ഔട്ട് എടുത്ത് തരുമ്പം അത് വെച്ച് അമ്മയ്ക്ക് നിൻ്റെ അടുത്ത് വരാനും പോകാനെല്ലാം പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്ന 5 ലക്ഷം രൂപ അവൾക്ക് ഞാൻ കൊടുത്ത സ്വർണം അവൾ കൊണ്ടുപോയിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് 5 ലക്ഷം രൂപ 10. എനിക്ക് റെനോൾട്ട് കിഡ്, എൻ്റെ മോൻ അമേസ് കാറ്. എന്നോട് പറയാം, ചേച്ചി നിങ്ങൾ പിന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ വണ്ടി ഇവിടെ കിടക്കുകയല്ലേ, അത് തുരുമ്പ് പിടിച്ച് പോകത്തില്ലേ, അത് വിറ്റിട്ട് പൈസ ഇവിടെ ഇടും. അപ്പം ഞാൻ അതിൻ്റെ പേ ഔട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമ്പോൾ ഇച്ചിരി കൂടെ നല്ല വണ്ടി എടുക്കാമല്ലോ. അങ്ങനെ പറഞ്ഞ് അത് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ പൈസ. ഒരു വണ്ടി. ഇതെല്ലാം കൊടുത്തിട്ട് അവിടെ പോയി, അതായത് 2023 ഏപ്രിൽ 2 ഞാൻ പോവുകയാണ്. പിന്നെ അങ്ങോട്ട് അവൻ പൈസ തരുന്നില്ല, പേ ഔട്ടും ഇല്ല, ഒന്നുമില്ല. പേ ഔട്ട് തരുന്നത് തന്നെ TDS പിടിച്ചിട്ടാ തരുന്നേ നോക്കണം. ആ 2023 ഞാൻ ലണ്ടനിൽ പോയതിന് ശേഷം ആർക്കും 8-8.5 കോടി രൂപ കുറേ ആളുകൾ എടുക്കുന്ന വാങ്ങിച്ചിട്ടുണ്ട്. ആ ഓഫീസിൽ അവൻ വരാറുമില്ല, പിന്നെ ട്രേഡ് ചെയ്യാറുമില്ല, പൈസ കൊടുക്കാറുമില്ല. ഇപ്പോൾ 2 FIR ഇട്ടിട്ടുണ്ട് ഞാൻ. അവൻ പറയുന്നത്, അതായത് 2023 മുൻപ് നമുക്ക് പേ ഔട്ട് തന്നതിൻ്റെ ഒരു ഇത്രയും സ്ലിപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ട് അവൻ കാണിക്കുകയാണ് ഇത്രയും പൈസ അവർക്ക് കൊടുത്തതാണെന്ന്. അത് 2023 മുൻപേ ഞങ്ങൾ കൊടുത്ത പൈസയുടെ പേ ഔട്ടിൻ്റെ പേപ്പറാണ്. അല്ലാതെ ഈ 2023 ശേഷം കൊടുത്ത 22.5 ലക്ഷം രൂപയുടേതല്ല. പക്ഷെ പെട്ടെന്ന് കേൾക്കുന്ന പോലീസുകാർ വിചാരിക്കും, അയ്യോ ഇത്രയും പൈസ കൊടുത്തില്ല. അവൻ പറയുന്നത് ഇത്രയും പൈസ, എന്നിട്ട് അവർ പലിശയ്ക്ക് നമുക്ക് തന്നതാണ്. ഇതൊക്കെ മാറ്റി മറച്ചു പറയുമ്പോൾ പോലീസുകാർക്ക് അറിയില്ലേ, ഞങ്ങളെ കയ്യിലിരിക്കുന്ന ബോണ്ട് ഒരു കമ്പനിയുടെ ബോണ്ടാണ്, അവർ പൈസ ഇട്ടതാണ്. ആ പൈസ പേ ഔട്ട് അടക്കം അവർക്ക് തിരിച്ചു കൊടുക്കണം, അതും അവർ ചോദിക്കുന്നില്ല. പോലീസ് ഇവന്റെ വീട്ടിൽ പോയവർക്കൊക്കെ കാശ് കൊടുത്തിട്ടുണ്ട്. അനീഷ് എന്ന് പറഞ്ഞൊരു പോലീസ്, വഞ്ചിയൂരുള്ള പോലീസുകാരൻ പൈസ വാങ്ങിച്ചിട്ടോ എന്തോ വാങ്ങിച്ചിട്ടാണ് ഇയാൾ എന്നെ കുബേര മറ്റേ മറിച്ചെന്നോട്ട് ആക്ഷേപിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അവരോട് കംപ്ലീറ്റ് പറയുന്നുണ്ട്, ഇത് കമ്പനിയിൽ ഇട്ട പൈസയാണ്, അതെങ്ങനെ പലിശ മേടിക്കുമെന്ന്. പക്ഷെ അയാൾ കിടന്ന് ചാടുകയായിരുന്നു അവിടെ പോലീസുകാർ. പോലീസ് വരികയാണ്. പരാതി പിൻവലിക്കാൻ പോവുകയാണ്. പരാതി പിൻവലിക്കാൻ പോകുന്നു. എനിക്കും കാരണവന്മാരില്ലേ, ഞാൻ പൈസ കൊടുക്കുന്ന കണ്ട സാക്ഷികളില്ലേ, ഞാൻ പൈസ ഇടുന്നത് എൻ്റെ കുടുംബക്കാരോട് കൂടെ ചേർന്ന് പോയിട്ടല്ലേ, നേരിട്ട് പോയി മേടിച്ചോളൂ. അതല്ലേ അതിന്റെ ശരി. ഒരു നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിയമത്തിന്റെ മുൻപിൽ പോയി നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും നമ്മൾ വിഡ്ഢികളാകുമ്പോൾ, ഞാൻ ഈ തിങ്കളാഴ്ച പോയിട്ട് 2 FIR-ഉം തിരിച്ചു മേടിക്കും, പരാതി ഞാൻ തിരിച്ചു മേടിക്കും. തിരിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് എവിഡൻസ്, ഇതുപോലെ പറ്റുവാണെങ്കിൽ ഒരിക്കൽ കൂടെ എൻ്റെ വീട്ടിൽ വരും. എവിഡൻസ് കംപ്ലീറ്റ് ഉണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്, എത്ര പേർക്ക് കൊടുക്കാനുണ്ട്, എത്ര പേരാണ് ഇവനാൽ വഞ്ചിക്കപ്പെട്ടത്, സകലതും ഞാൻ തരാം. ഉറപ്പായിട്ട് ഞാൻ പറയാം ചേച്ചി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിടത്ത്
നമ്മുടെ സീരിയലിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറയണം. മാനത്തെ കൊട്ടാരം അതിൻ്റെ കോസ്റ്റ്യൂമാണെന്നറിയാം. ഇപ്പം പല പല വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ എന്ത് വേഷമാണ് എന്ത്? മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ. അതെ അതെ, ഞാൻ പറയാൻ വന്നത് തന്നെയാണ് അത്. അതില് ഞാൻ ഖുഷ്ബുവിന്റെ ഫ്രണ്ടായിട്ട് വരും ആ കല്യാണ സീനിൽ, പാട്ട് സീനില്. അത് മാനത്തെ കൊട്ടാരം. ഇത് മാനത്തെ കൊട്ടാരത്തിൽ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒതുക്കപ്പെട്ട ഒരു ഇതാണ്. സീരിയലായാലും സിനിമയായാലും ടി ഉഷ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു അലർജി തന്നെയായിരുന്നു. പക്ഷെ അലർജി വരാൻ എനിക്കറിയില്ല, പ്രതികരിക്കുന്നത് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ എന്തോ. പക്ഷെ ഞാൻ ആരോടും പോയിട്ട് എനിക്ക് വേഷം തരണം എന്ന് ഞാൻ പറയാറില്ലായിരുന്നു. പക്ഷെ ഈ വിളി വന്നപ്പോൾ, ലണ്ടനിലുള്ളപ്പോഴേ എന്നെ വിളിക്കുമായിരുന്നു പല ഇതിലും, ഇവരേതായിട്ടുള്ള ഗ്രൂപ്പ്, ചേച്ചി ഇന്ന വേഷം, ഇന്ന നല്ല വേഷം. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു നല്ല വേഷം, അതായത് 2 വീടാണ് മാനത്തെ കൊട്ടാരം. അതിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ, പഴയ കാല പ്രതാപചന്ദ്രൻ ചേട്ടൻ്റെ, അദ്ദേഹം ഞാനും ഭാര്യയും ഭർത്താവായിട്ട് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട്, അദ്ദേഹം മരിച്ചുപോയി, മിനിസ്റ്ററാണ്, മിനിസ്റ്റർ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അതെ, ഭർത്താവായിട്ട്. പിന്നെ അഖിലേഷന്റെ മോനാണ്, ഭാര്യ സുധ, 3 മക്കള്. ഇവിടുന്ന് ഒരു പെൺകുട്ടി മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന മെയിൻ വീട്ടിൽ ഒളിച്ചോടി പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെയാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ, അതായത് ഭർത്താവ് മരിച്ചു പോയെങ്കിലും ആഢ്യത്വം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു സ്ത്രീ. അതെ, ആ ഒരു വിരൽ തുമ്പിൽ ആ കുടുംബത്തെ നിർത്തുന്ന അമ്മമ്മ ഒരു നോട്ടത്തില്. അതെ, അതുകൊണ്ടായിരിക്കാം അവര് വിളിച്ചിട്ടുണ്ടാകാന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇതിനു വേണ്ടി ചേച്ചി വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം ആയിരിക്കാം. ഒന്ന്, ഞാൻ ഡൈ അടിക്കാറില്ല. കാരണം 2 സിനിമ ഞാൻ നായികയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് താടി സിനിമയാണ്, അതിൽ മെയിൻ നായികയാണ്. ഇതേ വേഷം 65. ഒറിജിനൽ നര. അപ്പൊ ആ നര കൊണ്ടാണ് എനിക്കിപ്പോ 2 പടം നായികയായിട്ട് വന്നത്. ഒന്ന് താടി സിനിമ റിലീസാകാൻ പോവുകയാണ്, അതിൽ KR വിജയമ്മയൊക്കെ ഉണ്ട്. പക്ഷെ മെയിൻ വേഷം ഒരമ്മയുടെ ദുഃഖം, ഒരമ്മ എന്താണ്, 10 മക്കള്, അവരുടെ ഭാര്യമാര്, നല്ലൊരു സബ്ജക്റ്റാണ്. പിന്നെ ഒന്ന് ചെയ്യുന്നത് അവധൂതൻ. അത് അവധൂതന്മാരായി ജീവിച്ച് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയ അവധൂതരുടെ കഥയാണ്. അതിൽ മെയിൻ അല്ല, ഈ നമ്മൾ അവിടെ കാണുന്നില്ല മായമ്മ, ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് 100-150 വർഷം അങ്ങനെ ഒരു അമ്മയായിട്ടുള്ള ഇതാണ്. അത് നല്ല ഗംഭീര കഥാപാത്രങ്ങൾ. ഉടനെ എല്ലാം റെഡിയാവുണ്ട്. നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടി ഇരിക്കണം ചേച്ചി, കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ. ഇപ്പൊ നമ്മുടെ മൂവി വേൾഡ് പ്രേക്ഷകരോട്, മൂവി വേൾഡ് മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള ചേച്ചി? നിങ്ങൾ എല്ലാവരും മാനത്തെ കൊട്ടാരം കാണണം. കാരണം പരിചയമില്ലാത്ത മുഖങ്ങളെ കാണുക. എപ്പോഴും കണ്ടുമടുത്ത മുഖങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട്. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയതാണ്. എൻ്റെ മകനാണ് ഓട്ടോഗ്രാഫ് സീരിയലിലെ ജെയിംസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞായിരുന്നു അവൻ. ആ ജെയിംസിൻ്റെ, ഓട്ടോഗ്രാഫ് സീരിയലിലെ ജെയിംസിൻ്റെ അമ്മയാണ് ഞാൻ വരികയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മുമ്മയായിട്ട്, കർശനക്കാരിയായ. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും, ഓ ഇതുപോലൊരു സാധനം നമ്മളെയും വീട്ടിലുണ്ടല്ലോ, അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത് എന്ന് പറയുന്നത്. അതേ ഒരു അമ്മുമ്മയായിട്ട് ഞാൻ വരുന്നു. എന്നെ സ്വീകരിക്കുക, നമ്മുടെ മാനത്തെ കൊട്ടാരത്തെയും സ്വീകരിക്കുക. അപ്പോൾ ചേച്ചി വളരെ സന്തോഷം. ഇത്രയും നേരം കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ. ഇനി ഈ പറഞ്ഞ കേസിൻ്റെ കാര്യങ്ങളും അതുപോലെ കുറച്ച് എവിഡൻസ് ഉണ്ട്, പിന്നെ സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഒരു വട്ടമാണ് നമുക്കിരിക്കാം. എല്ലാം ഈ ഒരു ചിരി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, കീപ് ഗോയിങ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓൾവേസ് സ്മൈൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇനിയും നമുക്ക് സ്ക്രീനിൽ ആവശ്യമുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു മോനെ, സന്തോഷം.